ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഭുവനേശ്വരിൽ ഊഷ്മള വരവേൽപ്പ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് തുടക്കമായി. ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ലോക്സഭയിൽ മറുപടി നൽകും. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3795 കോടി രൂപയുടെ റെക്കോർഡ് വിഹിതം ബജറ്റിൽ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 6 ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തി. ഭുവനേശ്വരിൽ ഗവർണർ ഹരിബാബു കമ്പംപതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ബലാസോറിലെ ഫക്കീർ മോഹൻ സർവകലാശാലയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു നാളെ പങ്കെടുക്കും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും രാഷ്ട്രപതി നാളെ ദർശനം നടത്തും. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് തുടക്കമായി. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ചർച്ച ആരംഭിച്ചത്. രാജ്യത്തിന്റെ ഭാവി മുൻനിർത്തിയുള്ള കാഴ്ചപ്പാടുകളാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ ഉണ്ടായിരുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെ തുടരുകയാണെന്നും ശ്രീ സോനോവാൾ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള MP സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയ്ക്ക് സഹായിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് അഭിസംബോധനയിൽ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നന്ദി പ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ലോക്സഭയിൽ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3795 കോടി രൂപയുടെ റെക്കോർഡ് വിഹിതമാണ് ബജറ്റിൽ ഇക്കുറി അനുവദിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 35 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനമടക്കം 18,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. Kerala has been allotted a record budget of 3,795 crore rupees for railway. The very long demanded project Angamali Sabrimala, the state government has started the land acquisition and therefore now the Angamali Sabrimala new line project has once again started. 105 റെയിൽ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണമടക്കം വിവിധ റെയിൽവേ വികസന പദ്ധതികൾക്കുള്ള സ്ഥലം ഏറ്റെടുക്കലിനായി സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇന്ന് തുടക്കം കുറിച്ചു. പോലീസിന്റെ പരോൾ നടപടികൾ സംബന്ധിച്ച ആരോപണങ്ങളിലെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. പ്രതിപക്ഷ ബഹളത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നിയമസഭയിൽ ഇന്ന് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമായത്. പയ്യന്നൂർ ബോംബേർ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ നൽകിയ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കുന്നില്ല എന്നും സബ്മിഷനായി ഉന്നയിക്കാം എന്നുമായിരുന്നു സ്പീക്കർ AN ഷംസീറിന്റെ തീരുമാനം. ഇതോടെ പ്ലക്കാർഡുകളും ബാനറുമായി പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളും ആരംഭിച്ചു. ബജറ്റ് ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ചർച്ച നാളെയും മറ്റന്നാളും തുടരും. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. ആന്റണി രാജു നൽകിയ ഹർജി പരിഗണിച്ചാണ് കേസിൽ അന്തിമവിധി വരും വരെ ശിക്ഷ മരവിപ്പിച്ചത്. ശിക്ഷാവിധി മരവിപ്പിച്ചെങ്കിലും കുറ്റക്കാരനെന്ന കോടതി വിധിയും നിയമസഭാ അംഗത്വത്തിനുള്ള അയോഗ്യതയും നിലനിൽക്കും. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
സംസ്ഥാനത്ത് SSLC IT പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. മോഡൽ പരീക്ഷ 16 മുതൽ 20 വരെ നടക്കും. SSLC പരീക്ഷകൾ അടുത്ത മാസം 5 മുതൽ 30 വരെയാണ്. ഏപ്രിൽ 7 മുതൽ 25 വരെയാണ് മൂല്യനിർണ്ണയ നടപടികൾ. മെയ് 8-ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിലേക്ക് അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിൽ റോബോട്ടിക്സ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൈറ്റ് വഴിയാണ് റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ശബരിമലയിലെ രാസകുങ്കുമ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് അവസാനിപ്പിച്ച് കേരള ഹൈക്കോടതി. തീർത്ഥാടന കാലത്തെ സൌകര്യങ്ങളെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കവെയാണ് നടപടി. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 6-ന് വൈകിട്ട് 5 മണിവരെ നീട്ടി. പ്രവേശനത്തിനായി ഇതിനകം സമർപ്പിച്ച അപേക്ഷയിൽ പുതിയ കോഴ്സുകൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം പിന്നീട് ലഭ്യമാക്കും. വിശദ വിവരങ്ങൾക്കായി cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ താൽക്കാലിക തസ്തികകളിൽ തുടരുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ അധ്യാപക പ്രതിനിധികളുടെ എതിർപ്പ് മൂലം കോടതി പരിഗണിച്ചില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. NSS മാനേജ്മെന്റിന് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷയാണ് മാറ്റിവെച്ചത്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ ടൌണിലും പരിസരങ്ങളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. പടയപ്പിയും ഒറ്റക്കൊമ്പനും ഉൾപ്പെടെ 15ഓളം ആനകളാണ് നിലവിൽ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാറിലെ സിഗ്നൽ പോയിന്റ്, ചൊക്കനാട്, കന്നിമല, മാട്ടുപ്പെട്ടി തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. മതപ്പാടിലുള്ള പടയപ്പ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനങ്ങൾ തടയുന്നതും പെട്ടിക്കടകൾ നശിപ്പിക്കുന്നതും പതിവായി മാറി. നല്ലതണ്ണി, കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിലും ആനശല്യം രൂക്ഷമാണ്. മൂന്നാർ മറയൂർ റോഡിലെ പെരിയവര, കന്നിമല എന്നീ ഭാഗങ്ങളിലും സ്ഥിതി സമാനമാണ്. മൂന്നാർ ടൗണിന് സമീപത്ത് വരെ ആനകളുടെ സാന്നിധ്യമുള്ളതിനാൽ RRT സംഘങ്ങൾ 24 മണിക്കൂർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിലവിൽ ആനകൾ അക്രമാസക്തരല്ലെങ്കിലും ജനവാസ മേഖലയിൽ ഇറങ്ങിയാലുടൻ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് സജ്ജമാണെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ മാസം 23 മുതൽ മാർച്ച് 1 വരെ തിരുവനന്തപുരം വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. മോഹിനിയാട്ടം, കേരള നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, ഒഡീസി, മണിപ്പൂരി, നങ്ങ്യാർകൂത്ത് എന്നിവ അവതരിപ്പിക്കാനാണ് അവസരം. കഴിഞ്ഞ 2 വർഷങ്ങളിലെ ചിലങ്കയിൽ പങ്കെടുത്ത നർത്തകർക്ക് ഇത്തവണ അവസരമുണ്ടാകില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 944 പോയിന്റ് ഉയർന്ന് 81,666-ലും നിഫ്റ്റി 263 പോയിന്റ് നേട്ടത്തിൽ 25,088-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് തുടക്കത്തിൽ പവന് 6,640 രൂപ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ 2,000 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 13,740 രൂപയും പവന് 1,09,920 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഭുവനേശ്വരിൽ ഊഷ്മള വരവേൽപ്പ്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് തുടക്കമായി. ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ലോക്സഭയിൽ മറുപടി നൽകും. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3,795 കോടി രൂപയുടെ റെക്കോർഡ് വിഹിതം ബജറ്റിൽ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.